വെറും 5 മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ്, കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മളിത് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ബ്രെഡിലെ. ആ ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഈ ഒരു അളവിലേക്ക് ഒരു 10 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ വേണ്ടത്. അതേ ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ദേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുക. അപ്പം ഞാൻ ഇവിടെ 10 ഇതുപോലെ എടുത്തിട്ടുണ്ട്. 10 നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 5 ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്ന ഒന്നുകൂടെയാണ്. അപ്പൊ നമ്മൾ ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതെന്ന് മാത്രം. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പാല് കാച്ചെടുക്കുമ്പോൾ അതിന്റെ മുകളിൽ വരുന്ന പാടുണ്ടല്ലോ, അത് കുറച്ച് ദിവസം എടുത്ത് വെച്ചിട്ട് ഒന്ന് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താൽ ഫ്രഷ് ക്രീമായി. അത്രേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ക്രീം പരുവത്തിലായി വരും കേട്ടോ അത്. അപ്പൊ ദേ ഈ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആൽമണ്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതും കൂടെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പിസ്ത ചേർത്ത് കൊടുക്കാം, കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡിന്റെ കഷ്ണങ്ങളിലേക്ക് ഈ ഒരു ക്രീം ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബ്രെഡിന്റെ കഷ്ണം വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ 10 ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 5 കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം ആ 2 ബ്രെഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, മഞ്ഞ കളറിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം, അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. നല്ലപോലെ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഉണ്ടല്ലോ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പം ഇതും നിങ്ങൾക്ക് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തേങ്ങയിലെ ആ വെള്ളം ഉണ്ടല്ലോ ചിരവി എടുത്തതിന് ശേഷം ഒന്ന് പോക്കിയെടുത്തിട്ട് അതിൽ കവർ ചെയ്തെടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഡെസേർട്ടാണ്. ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മാത്രമല്ല നമുക്കൊരു സ്വീറ്റൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന സമയത്തും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഡെക്കറേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.